ഹായ് ഡിയേഴ്സ്, ഒരുപാട് ദിവസം കൂടി ഒരു ചെറിയൊരു ഷോർട്സ്. നമ്മുടെ ശ്രീകുട്ടി വരുന്ന കേട്ടോ. ശ്രീകുട്ടി തിരുവനന്തപുരത്താണ് വീട്. അവൾ ഏകദേശം കല്യാണം വിളിക്കാൻ വേണ്ടിയാണുള്ള വരവാണ്. അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കൊക്കെ കാണാൻ എന്നെ ഓടിയെത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി രാവിലെ അവളൊന്നും കഴിച്ചില്ല. അവൾ രാവിലെ 5 മണിക്കെടുത്ത ട്രെയിനാണ് അവിടുന്ന് പോകുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് 9 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവൾക്ക് 2 ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്താണ്. അപ്പോൾ അവൾ പറഞ്ഞു 2 എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നീ 2 എടുത്തോളൂ. അപ്പോൾ വേണ്ട, എനിക്ക് 2 വേണ്ട, എനിക്ക് നല്ല മെറൂണാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ അവളും മെറൂൺ സെലക്ട് ചെയ്ത് കേട്ടോ. പിന്നെ അവിടെ കല്യാണത്തിന് വേണ്ടി എനിക്ക് വേണ്ടി മാത്രം അവിടെ പട്ടുസാരി എടുത്ത സ്ഥലത്തുനിന്ന് തന്നെ എന്താ പറയുന്നത്, ഒരു പട്ട് സാരി എനിക്കും കൊണ്ടു തന്നു കേട്ടോ. ഭയങ്കര അടിപൊളി ഒരു ഗിഫ്റ്റായിപ്പോയി. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഓറഞ്ചും പച്ചയും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ്. നല്ല രസമുണ്ട്. തമിഴ്നാട്ടിൽ പോയ സാരി എടുത്തോട്ടെ. കെയർ എന്ന് പറഞ്ഞ ഷോപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ പോയാണ്. അപ്പോൾ അവിടെ കല്യാണ സാരിയും എനിക്ക് വേണ്ടി ഈ ഒരു സാരി മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ ഒരാൾക്ക് പോലും അവിടുന്ന് ഒരു സാധനം അവൾ മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പം അതും ഒരു സ്പെഷ്യലല്ലേ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. അവളെ എന്ന് കാണാൻ തുടങ്ങിയോ അന്ന് മുതൽ അവൾ ഇന്ന് വരെ ഒരേ രീതിയിൽ നിന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. ജെന്യൂൻ പേഴ്സൺ എന്ന് പറയത്തില്ല, അതുപോലെ ഇവിടെ ബിജുവണ്ണൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ശ്രീലക്ഷ്മീനെ. കാരണം അവളുടെ സ്വഭാവം അങ്ങനത്തെയാണ്, അത്ര നല്ല സ്വഭാവമാണ്. അങ്ങനെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. അത് അഴിക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. ഒന്ന് അഴിച്ചു നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ എന്താ പറയുക വിടർത്തി നോക്കാൻ പോലും തോന്നുന്നില്ല. അത്രയ്ക്ക് ഭംഗിയിൽ അവരത് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് കല്യാണം വിളിക്കാൻ വേണ്ടി അവൾക്ക് സരിതസിസ്റ്ററിൻ്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ സരിതസിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് ചെന്നപ്പോഴത്തേക്ക് ഏതായാലും അവരോടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണോ തിരുവനന്തപുരങ്ങളുടെ സ്റ്റൈല്? കണ്ടുകൂടാ വീഡിയോ. സംഗ്രഹമൊക്കെ വരുന്നത് ലക്ഷ്മി കല്യാണ മണ്ഡപത്തിലാണ്. ആദ്യം സരിതസിസ്റ്ററിനെ വീട്ടിൽ പോവാം. അന്ന് നമ്മൾ പോയവർന്നല്ലേ. അങ്ങനെ ശ്രീകുട്ടിക്ക് എവിടെ പുതുപ്പള്ളി പള്ളി കയറണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ കയറാൻ വേണ്ടി നമ്മളിതാ അങ്ങോട്ട് കയറുവാണ്. അവിടെ പോയി അവൾക്ക് മെഴുകുതിരി കത്തിക്കണം. എനിക്കും അവിടെ മെഴുകുതിരി മേടിച്ചത് ഞാൻ കത്തിച്ചു. അപ്പം ഞാൻ അകത്തേക്ക് പോയില്ല. അവൾ ഓടിപ്പോയി തൊഴിലോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോയതാണേ. അങ്ങനെ തൊഴിലോട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും പള്ളിയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര വിഷമമുണ്ടെങ്കിലും ഞാൻ ഓടിപ്പോയി പ്രാർത്ഥിക്കാറുള്ളൊരു പള്ളിയാണ് കേട്ടോ. കാരണം എനിക്ക് അവിടുന്ന് ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ സങ്കടങ്ങളൊക്കെ ഏകദേശം നല്ല മൊത്തത്തിൽ തന്നെ മാറ്റിത്തരും. ഇന്ന് പോയി പ്രാർത്ഥിച്ചത് നാളെ പിറ്റേ ദിവസം എനിക്ക് സങ്കടപ്പെടേണ്ടതായിട്ട് വരത്തില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് പള്ളിയിൽ. അങ്ങനെ നമ്മൾ ആദ്യമേ സരിതസിസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇത് സരിതസിസ്റ്റർ മിക്കവാറും എന്നെ തല്ലിക്കൊല്ലും. അവരുടെ പടമൊക്കെ കാണിച്ചത് സാറാ കേട്ടോ. HI ആണ് പുള്ളി. പിന്നെ പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് സരിതസിസ്റ്റർ ഒരു JPSN ആണ്. അങ്ങനെ അവിടെ കണ്ടു. ഫോട്ടോ എടുപ്പിക്കത്തില്ലായിരുന്നു കേട്ടോ. വീഡിയോ ഞാൻ എടുത്തതാണ്. അവരെന്നെ തല്ലിക്കൊല്ലുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ ശ്രീലക്ഷ്മിയുടെ നേരത്തെ HI ആണ്. അങ്ങനെ HIനെയും പോയി വിളിച്ച് പിന്നെ നമ്മളിതാ അവിടെ പോയി ഒരു ജ്യൂസും ഒക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ പ്രിയദർശനെ കാണാൻ പോകണമെന്ന് പ്രിയദർശനെ പോയി കല്യാണം വിളിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ അവളെ കൊണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുക കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് എവിടെയോട്ടായിരുന്നു, കല്യാണിലേക്ക് പോയത്. കല്യാണി പോയി ഭവിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന്, ഭവിക്കും അച്ഛനും ഒക്കെ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പോയതാണ് കേട്ടോ. ബിജുനാവെന്ന് പറഞ്ഞു എനിക്ക് വേണ്ട, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് കേൾക്കാനാണ്. ലാസ്റ്റ് പിന്നെ ബിജുവിനെ പറഞ്ഞു എനിക്ക് ഷർട്ട് വേണ്ട, ഒരു പാൻറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പാൻറ്റ് എടുത്തത്. ഭവിക്ക് ഒരു ചുരിദാർ എടുത്തു. അച്ചുമോൻ ഒരു ടീഷർട്ട് എടുത്തുള്ളൂ. കാരണം അവനും ഇങ്ങനെ അളവും കാര്യങ്ങളൊക്കെ നോക്കാതെ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് പിന്നെ അവനെ കൊണ്ടുവന്ന് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു അവളെ ഒരു വിധത്തിൽ നമ്മൾ പറഞ്ഞ് സെറ്റാക്കി. പിന്നെ അവിടെ നിന്നുള്ള പ്രഹസനവും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. ആദ്യമേ ഒരു യെല്ലോ ചുരിദാർ ഭവിക്ക് നോക്കിയത്. ഭവി പറഞ്ഞത് അത് ഇട്ടപ്പം എനിക്ക് കൂടുതൽ ഇരളിമയാണ് തോന്നിയത്. പിന്നെ ഇതിന് തന്നെ കണ്ടോ ഈ ക്രീം കളറിലെ ഒരെണ്ണം സെറ്റാക്കി. പിന്നെ നമ്മൾ നേരെ പോയി ആര്യാസിൽ പോയി അവൾക്ക് ഫുഡ് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണമല്ലോ, അവൾക്ക് പോകണ്ടേ. അങ്ങനെ അവിടെ നിന്ന് മേടിച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ പോയത്
അച്ചാച്ചന് കുറച്ച് ഫ്രൂട്ട്സ് അല്ല നട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അതിനുവേണ്ടി അജ്ഫാനിലേക്കാണ് പോയത്. അജ്ഫാനിൽ പോയി അച്ചാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവളെ കൊണ്ടുവിടാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുക കേട്ടോ. ഈ പ്രാവശ്യം ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു, പാർക്ക് ചെയ്യാൻ ഒട്ടും ഇടയില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ടാണ് അവളെ അങ്ങനെ ഞാൻ ഇറക്കി വിടുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ പോയി ട്രെയിൻ കയറ്റി വിട്ടിട്ടേ പോകത്തുള്ളായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ അവിടെ കണ്ണ് നിറഞ്ഞു. സാധാരണ എനിക്ക് എല്ലാ പ്രാവശ്യവും എനിക്ക് കണ്ണ് നിറയാറുണ്ട്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം കണ്ണ് നിറഞ്ഞില്ല, കാരണം അവൾ കല്യാണമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പക്ഷേ അവിടെ കണ്ണ് നിറഞ്ഞു, നന്നായിട്ട് കണ്ണ് നിറഞ്ഞൊക്കെയാണ്, സങ്കടപ്പെട്ടൊക്കെയാണ് പോയത്. പിന്നെ എന്ത് പറയുന്ന, അവൾക്ക് നല്ലൊരു ജീവിതം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. അപ്പം എൻ്റെ ശ്രീകുട്ടിക്ക് എല്ലാവിധ ആശംസകളും.